വമൻ ദാഹന മുബ്തദിഅൻ സലബഹുല്ലാഹു ഹലാവത്തസ്സുനൻ. ഒരു മുബ്തദിഇനോട് നല്ല സ്നേഹബന്ധം പുലർത്തിയ ഒരാൾ ജീവിച്ചാൽ സുന്നത്തുകളോടുള്ള മഹബത്ത് അവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കും. സുന്നത്തുകളോട് താല്പര്യം വരൂല. മുബ്തദികാരനോട് നീ ഇടപെട്ട് നോക്കിയാൽ പല സുന്നത്തുകളെയും പുച്ഛ മനോഭാവത്തോടവൻ കാണും. പിന്നെ നിന്റെ മനസ്സിൽ അതിനോടുള്ള വെറുപ്പ് വരും. പിന്നെ ഘട്ടം ഘട്ടമായി നീ അവനെ പോലെയാകും. ബിദ്അത്തുകാരൻ നിന്നോട് പറയും, എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കണ്ടില്ലേ നിങ്ങൾ ഖബറുകൾ പോയി ദ്വാർക്കുന്നത്, സലാം പറയുന്നത്, അവർക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്, സ്വന്തത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്, എന്ത് കാര്യമാണത് കൊണ്ടുണ്ടാകുന്നത് എന്ന് അങ്ങനെ ഇഞ്ചിറ്റ് ചെയ്യുമ്പോ അറിവ് കുറഞ്ഞ നീ അവനെ പോലെ നീയും ഒരു വേള ചിന്തിച്ചിട്ട് ശരിയല്ലേ ആ പറയുന്നത് എന്ന് നിന്റെ മനസ്സിലൊരു ബോധ്യം വന്നാൽ പിന്നെ നീയും അവനെ പോലെ സുന്നത്തായ സംഗതി എതിർക്കും. സുന്നത്തല്ലേ ഖബർ സിയാറത്ത്? തർക്കമുണ്ടോ ആ വിഷയത്തിൽ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹുജറത്തു ഷരീഫ അത് സന്ദർശിക്കുന്നത് ഹജ്ജിന്റെ ഭാഗമായ സുന്നത്തായിട്ടല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. എത്ര വലിയ മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഹജ്ജ് കഴിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രത്യേകം സിയാറത്തിന് വന്ന മഹാനല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. പക്ഷേ ബിദ്അത്തുകാരന്റെ മനസ്സിലുള്ള സുന്നത്തിന്റെ വിരോധം നോക്ക് നിങ്ങൾ. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹജ്ജിന് പോയാലും മദീന പള്ളിയിൽ കയറി നിസ്കരിച്ചാലും മദീന സിറ്റി അവൻ കണ്ടാലും മസ്ജിദുൻ നബവിയിൽ പ്രവേശിച്ചാലും മുത്തുനബി തങ്ങളോടൊരു സലാം പറയാൻ, അവന് ദ്വാർക്കുന്നത് പോട്ടെ ഒരു സലാം പറയാൻ അവന്റെ മനസ്സ് അനുവദിക്കാതെ എന്തുമാത്രമുള്ള പിണക്കത്തിലാണ് അവൻ തിരിച്ചു പോരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ഹജ്ജ ഫലം യസുർനി, ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിണങ്ങിയിട്ട് നിനക്ക് എന്തൊരു ഹജ്ജടോ, എന്ത് ഉംറയാണ്, എന്ത് കാര്യമാണ്? ആ മദീന പള്ളിയിൽ കയറി നീ നിസ്കരിച്ചിട്ട് അതേ അതിന്റെ തൊട്ടുചാരേ മിഹ്റാബിന്റെ നേരെ ഇപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവിനോട് ഒരു സലാം പറയാൻ ഹജ്ജ് കഴിഞ്ഞ് മക്കത്തുനിന്ന് മദീനയിലേക്ക് വന്ന മഹാനല്ലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മഹാനവർകൾ അധികവും